ഹായ് മക്കളുമാരെ, ഞാൻ പറഞ്ഞില്ലേ മഞ്ഞൾ വിത്ത് എങ്ങനെയാണ് കേടാവാതെ വെക്കുന്നതെന്ന് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. നിങ്ങൾ ആ വീഡിയോ കയറി നോക്കിയാൽ അറിയാം ഞാൻ എങ്ങനെയാണ് മഞ്ഞൾ വിത്ത് കേടുകൂടാതെ വെച്ചത്. അപ്പം ഞാൻ പറഞ്ഞു അത് ഞാൻ എടുക്കുമ്പോഴും നിങ്ങൾക്ക് കാണിച്ചു തരാം. വാ, നമ്മുടെ മഞ്ഞൾ വിത്ത് എന്തായെന്ന് നോക്കാം. ഇപ്പോഴാണ് നടുന്ന സമയം. കണ്ട, ഇതിനകത്ത് ഞാൻ കരിയിലൊക്കെ ഇങ്ങനെ വാരിയിട്ട് ആണ് ഞാൻ ഇട്ടിരുന്നത്. നമുക്ക് എന്തായെന്ന് നോക്കാം. ഞാൻ 2 ലെയറായിട്ടാണ് ഇട്ടിരുന്നത്. അടിയിൽ കുറച്ച് പിന്നെ എന്താണ് മണലും ഒക്കെ ഇട്ടാണ് ഞാൻ ഇട്ടിരുന്നത്. കണ്ട കിളിച്ചു വരുന്ന കണ്ട. ഇപ്പോഴാണ് അത് നടുന്ന സമയം. അപ്പം ഞാൻ അത് കുറച്ചെടുത്ത് നടാൻ പോവുകയാണേ. കണ്ട കിളിച്ചിരിക്കുന്ന കണ്ട. നമ്മൾ ഇട്ടതുപോലെ തന്നെ ഇരിക്കുകയാണ്. ഒരെണ്ണം പോലും അതിന് എത്ര നാളിങ്ങനെ ഇരുന്നാലും കേടാവില്ല. കണ്ട കിളിച്ചു വരുന്ന കണ്ട. ഒരു സൈഡിലോട്ട് ഞാൻ ആക്കിയിട്ട് അതിൻ്റെ മറ്റേതുണ്ട് കിളിക്കുന്നുണ്ട്. കണ്ടോ, ഞാൻ വെച്ച മഞ്ഞളിൽ ഏതെങ്കിലും ഒരു മഞ്ഞൾ കേടായിട്ടുണ്ടോ? എല്ലാം നല്ല ഫ്രഷായിട്ട് കിളിക്കാൻ തുടങ്ങി. മിക്കവാറും ഒക്കെ എല്ലാം കിളിക്കാൻ തുടങ്ങി. കണ്ടോ, എനിക്ക് ടെറസെ കുറച്ച് നട്ടാൽ മതി. അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ. ബാക്കി അങ്ങ് വിളയെ കൊണ്ടുപോകാനുള്ളതാണ്. കണ്ടോ, ഞാൻ ടെറസിൽ മഞ്ഞൾ നടാൻ പോവാണ്. ചാക്കിലാണ് ഞാൻ ഈ വർഷം മഞ്ഞൾ നടാൻ പോകുന്നത്. കണ്ടോ, മഞ്ഞൾ നടാനായിട്ട് വലിയ ചാക്കുകളാണ് ഇതെല്ലാം. ഇതിനകത്ത് ഞാൻ ആദ്യം ചെയ്യുന്നത് ചാണകപ്പൊടി ഇതിനകത്ത് വാരിയിടുകയാണ്. ചാണകപ്പൊടി ഇടാൻ പോവാണേ. അതെല്ലാം ഓരോ പിടി ചാണകപ്പൊടി ഇടും. കേട്ടോ, ഇതേവണ്ണം ചാണകപ്പൊടി വാരിയിട്ട് കൊടുക്കുക. ഇതിനെല്ലാത്തിനകത്ത് ഓരോ നല്ല പിടി ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ ചാണകപ്പൊടിയെ ഇതിനകത്ത് ആട്ടും കാഷ്ടം അതൊക്കെ ഉണ്ട്. ആട്ടിൻ്റെ കാഷ്ടം എല്ലാം പൊടിഞ്ഞ് ഉണക്കിയതാണിത്, അല്ലാതെ പച്ചയല്ല. ഇനി ചെയ്യുന്നത് ഇതാണ് എൻ്റെ ടെറസയിലെ പണിയായത് കേട്ടാ. ഞാൻ എന്താണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കും. ഇതിനെ ഈ മണ്ണെല്ലാം കൂടെ ഞാൻ കോരി വെച്ചിട്ട് പല ദിവസങ്ങളിലായിട്ടാണ് കോരി വെച്ചിരിക്കുന്നത്. നിങ്ങളെ ടെറസയിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ടെറസയിൽ ഞാൻ വിളവെടുത്തിട്ടേക്കുന്ന മണ്ണ്. അപ്പോൾ എനിക്കൊരു എക്സസൈസും ആകും. ഈ മണ്ണ് പല ദിവസങ്ങളിലാകുമ്പോഴത്തേനും ഒരു ദിവസം കോരി ഞാൻ തന്നെ വെച്ച് കഴിഞ്ഞാൽ എന്നെ പറ്റുമെന്നറിയാമോ? ഭയങ്കര ടയർഡായി പോകും നമ്മൾ. അപ്പം കുറേശ്ശെയായിട്ട് ഞാൻ ഒരു 2 ആഴ്ചയൊക്കെ എടുത്ത് ഇത്രയും കവറുകൾ നിറയ്ക്കാനായിട്ട്. ഈ മഞ്ഞളിന് മാത്രമല്ല ഞാൻ കവർ എടുത്തിട്ടുള്ളത്, ഇഞ്ചി നടാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും കവർ നിറയ്ക്കുമ്പോഴത്തേനും നമ്മൾ ഭയങ്കരത്തിന് ടയേർഡായിപ്പോവും. അതുകൊണ്ട് ഞാൻ പല ദിവസങ്ങളിലായിട്ടാണ് നിറച്ച് ഇത്രയാക്കിയത്. എല്ലാത്തിനകത്ത് നിറച്ചതിന് ശേഷമാണ് ഞാൻ നടാനായിട്ട് ഇതിനകത്ത് വളമൊക്കെ മിക്സ് ചെയ്യുന്നത്. വളമൊക്കെ മിക്സ് ചെയ്ത് അത് പിന്നെ 2-3 ദിവസമായിട്ട് എടുത്തങ്ങ് നടും. അപ്പം നമ്മൾ ടയേർഡും ആവില്ല, നമുക്കൊരു എക്സസൈസും ആവില്ലേ? വെറുതെ വീട്ടിൽ പെണ്ണുങ്ങൾ എന്നെ പോലുള്ള മടിച്ചുകളൊക്കെ ഇരിക്കുമ്പോഴേ വല്ലതൊക്കെ ചെയ്താൽ നമുക്ക് മനസ്സിനും ഒരു റീഫ്രഷ്മെൻ്റ് ആവും. നമ്മുടെ ആവശ്യത്തിനുള്ള ഇഞ്ചി മഞ്ഞളും എന്ത് കൃഷി ആവശ്യങ്ങൾക്കുള്ളതും നമുക്ക് എടുക്കാൻ പറ്റും. ഒരു രാസവളമോ വിഷാംശങ്ങളോ ഒന്നും ചേർന്നത് നമുക്ക് ഉപയോഗിക്കുകയും വേണ്ട. അപ്പം അതുകൊണ്ട് ഞാൻ എന്നോട് കഴിവതൊക്കെ ഞാൻ ഇതേവണ്ണം ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇതേവണ്ണമൊക്കെ ചെയ്ത് നോക്കേ. ഞാനിത് ചെയ്യുന്ന കണ്ടെങ്കിലും ആർക്കെങ്കിലും ഒക്കെ ഒരു പോസിറ്റീവ് എനർജി കിട്ടിയാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് മഞ്ഞൾ നടാം. ഇതാണ് മഞ്ഞൾ നമ്മൾ എടുത്ത് ഞാൻ ടെറസ് അവിടെ വെച്ച് കാണിച്ചെന്നില്ലേ. ഈ മുളക് ഇതിനകത്ത് കണ്ടോ, ഇതിനകത്ത് 2 മുള വന്നിട്ടുണ്ട്. ഇതും കിളിക്കും ഇതും കിളിക്കും. അപ്പം ഇത് വലിയ ചാക്കല്ലേ, ഇതൊരു മൂട്ടിലായിട്ട് ഇത്രയായിട്ട് അങ്ങ് നടാം. വാ, കണ്ടോ, ഇങ്ങനെയാണ് നടുന്നത്. കണ്ടോ,
ഇതുണ്ട്, ഇത് വേണമെങ്കിലും നടാം. ഇത് കൂടെ ഇരുന്നോട്ട് ഇവിടെ. വലിയ ചാക്കായതുകൊണ്ടാണ് ഞാൻ നട്ട. ചെറിയ ചാക്കാണെങ്കിൽ ഒരേട്ടനെ നടത്തുള്ളൂ. ഒരു മുഴുവൻ നട്ട് കാണിക്കാം. ഉണ്ടാ, ഇതേപോലെ അടക്കണം. എപ്പോഴും നമ്മൾ നല്ല വിത്ത് നോക്കി വേണം നടാനായിട്ട്. അപ്പം നമുക്ക് നല്ല വിത്ത് നോക്കി നട്ടാൽ എന്താണെന്ന് വെച്ചാൽ നല്ല വിളവ് കിട്ടും. ഇതുണ്ടോ, നല്ല വിത്തല്ലേ. വേണ്ട, ഇങ്ങനെ ഈ അങ്ങനെ വെച്ച് കിളിച്ചു വരുന്ന ഭാഗം ഇച്ചിരി മുകളിലോട്ട് വെച്ച് കൊടുക്കണം. ഞാൻ ഇഞ്ചി നട്ടപ്പം പറഞ്ഞു ഇത് ഒരുപാട് അടിയിലോട്ട് നടരുതെന്ന്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് അടിയിലോട്ട് കിളിച്ചു പോകുന്നൊരു സാധനമല്ല. അടിയിലോട്ട് കിളിച്ചു പോകാത്ത ഒരു സാധനം ആയത് കാരണം നമുക്ക് ഒരുപാട് മണ്ണിൻ്റെ അടിയിലോട്ട് ഇതിനെ കൊടുക്കണ്ട. കുറച്ചങ്ങോട്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കരിയില വാരിയിടുക. ഓക്കെ, ഇനി ഞാൻ ഇതെല്ലാം നട്ടതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, കണ്ടോ, ഞാൻ ഇതിനകത്തെല്ലാം മഞ്ഞൾ നട്ടിരിക്കുകയാണ്. ഇനി നട്ടതിന് ശേഷം ഇതേവണ്ണം കരിയില്ല. ഞാൻ ടെറസിൽ വാരി വെച്ചിരിക്കുന്ന കരിയിലകളാണ്. ടെറസ് അടിച്ചു വാരുമ്പോഴും താഴെ അടിച്ചു വാരുമ്പോഴൊക്കെ ഞാനത് കവറുകളിലാക്കിയിട്ട് എൻ്റെ ടെറസിൽ കൃഷി നടാനായിട്ട് എടുത്തു വെച്ചിരിക്കും. ഞാൻ കരിയില അങ്ങനെ കത്തിക്കാറില്ല. അതെന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ ടെറസിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ വെക്കുമ്പോഴത്തേനും തണൽ കൊടുക്കാൻ വേണ്ടി ഞാൻ കരിയിലയാണ് കൂടുതലും തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കരിയില അധികം അങ്ങനെ കത്തിക്കാത്തത്. എല്ലാം ഇനി വാരി വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാൻ കരിയില വാരിയിട്ട് ഇതേപോണം ഒതുക്കി വെച്ച് കണ്ടോ. ഇനി ഇത് ടെറസ് ആയതുകൊണ്ടേ, ടെറസ് ഭയങ്കര ചൂടല്ലേ. അപ്പോൾ ഈ കരിയില നമ്മളിങ്ങനെ ഇട്ട് കൊടുത്താലുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ സൺറൈസ് നിറച്ചിങ്ങനെ നേരിട്ട് വന്ന് അടിക്കത്തില്ല അതിനകത്ത്. പിന്നെ ഞാൻ വൈകുന്നേരം എപ്പോഴെങ്കിലും ഓരോ ടെറസിൽ കയറുമ്പോഴേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. ദിവസം അല്ല 2 ദിവസം കൂടുമ്പോഴും സ്വല്പം വെള്ളം ഇതിനകത്ത് ഒഴിച്ചേക്കും. ഏതെങ്കിലും ഒരു നേരം, ചിലപ്പോൾ 2 ദിവസമൊക്കെ കഴിഞ്ഞായിരിക്കും ഒഴിക്കുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേന് ഈ മഞ്ഞൾ എന്നാ ചെയ്യുന്നറിയാവോ, അത് ഉണങ്ങിപ്പോവില്ല. ഈ കരിയില ഒഴിയിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേന് അതിൻ്റെ ഒരു തണുപ്പുണ്ട്. പിന്നെ നമ്മൾ ചാക്കിൻ്റെ അടിയിൽ വച്ചിരിക്കുന്നത് എന്താണ്, കരിയിലല്ലേ. കരിയിലയുടെ മുകളിലാണ് ഞാൻ മണ്ണ് നിറച്ചിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ നോക്കിക്കേ, ഈ പ്രാവശ്യം ഞാൻ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. ഈ തറയല്ലേ, ടെറസിൽ ഞാൻ പ്ലാസ്റ്റിക് വിരിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഷീറ്റ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒട്ടും ചൂടങ്ങനെ ഏൽക്കത്തില്ല. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇങ്ങനെ മണ്ണിട്ടിരിക്കുന്നത്. അപ്പം നിങ്ങളും ഇങ്ങനെയൊക്കെയുള്ള കൃഷി രീതികൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ടെറസൊക്കെ വെറുതെ വൃത്തികേടാക്കുകയല്ല. ഇത് വൃത്തികേടല്ല, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ടെറസിൽ കൃഷി ചെയ്യുകയും ചെയ്യാം. നമുക്കൊരു എൻ്റർടൈൻമെൻറ്റും ആകും. നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് വേർത്ത് നമ്മുടെ കൊളസ്ട്രോളും BP-യും പിന്നെന്താ ഷുഗറും ഒക്കെ കുറയുകയും ചെയ്യും. വെറുതെ നമ്മൾ വീട്ടിൽ കയറിയിരുന്നാൽ എന്നാ ചെയ്യുമെന്നറിയാവോ, നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കാണില്ല. ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ വരുമ്പോഴത്തേനും എന്നാ സംഭവിക്കും, നമ്മുടെ കൈയുടെയും കാലുകളുടെയും ജോയിൻറ്റുകളൊക്കെ മൂവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവും. ഒരു പ്രായമൊക്കെ ചെല്ലുമ്പോഴത്തേനെ എന്നെ പോലുള്ള അമ്മച്ചിമാർ പറയുന്നില്ലേ, കൈയുടെ കുഴ അങ്ങോട്ട് തിരിയുന്നില്ല, ഇങ്ങോട്ട് തിരിയുന്നില്ല. ഇതൊക്കെ ഞാൻ പഠിച്ചപ്പോഴും ഇതെൻ്റെ ഗുണപാഠമാണ്. ഞാനൊരു ഗുണപാഠമാണ്. ഞാൻ ഇതിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചത്. ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേന് എനിക്ക് ഇപ്പോൾ അസുഖങ്ങളൊക്കെ കുറച്ച് കുറവുണ്ട്. രാവിലെ ഞാൻ നടക്കുന്നത് കൊണ്ട്. അല്ലെങ്കിൽ എനിക്ക് മുട്ടൊക്കെ ഭയങ്കര വേദനയാണ്. ഞാൻ ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനെ അവിടെ ചെന്ന് ഫുള്ളിരിപ്പാണ്. പിന്നെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കിയെന്നാലും ഫുള്ളിക്കൊക്കെ ജോയിൻ പെയിനും ഒക്കെ ആയിരുന്നു. ഇപ്പം കുറവുണ്ട്, വണ്ണമൊക്കെ കുറച്ച് കുറഞ്ഞ്. അപ്പം നിങ്ങൾ ഇതവണമൊക്കെ ചെയ്ത് നോക്കുക. നമുക്ക് അസുഖങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാം, നമ്മുടെ മനസ്സിനെ എൻ്റർടൈൻ ആക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കുമല്ലോ. അപ്പം നിങ്ങളും ഇതേപോണമുള്ള ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.